ഞാൻ ആസിഫിലേക്ക് കൂടി പോവുകയാണ്. ആസിഫ്, എനിക്ക് തോന്നുന്നു ആസിഫ് ഇപ്പോൾ ഈ താൽക്കാലിക പാലം നിർമ്മിച്ച് ആ പാലം വഴി സൈന്യത്തോടൊപ്പം അക്കരെ കടന്ന് മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലാകുന്നു. അവിടെ ഈ രക്ഷാദൗത്യം ഇപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും നമ്മളുടെ ആർമി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ ഒരു സ്പോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുറകിലും മുമ്പിലുമായ ഒരു വലിയ സംഘം തന്നെ ഇപ്പോൾ കയറി വരുന്നുണ്ട്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ആർമി ഉദ്യോഗസ്ഥർ കടന്നു വന്ന സമയത്ത് തന്നെ നമ്മൾ അവരോടൊപ്പം ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചിരുന്നു. ഇനി ആ ഒരു മേഖലയിലേക്ക് എത്താൻ സ്വാഭാവികമായും കുറച്ച് അധിക സമയം നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും സൈന്യത്തിലെ രക്ഷാ സംഘത്തിന് എത്താൻ കഴിയാത്തൊരു ഭൂമിയാണോ? അല്ല, നമ്മൾ പോയ ഭൂമി തന്നെയാണ്, പ്രവേശിച്ച ഭൂമി തന്നെയാണ്. പക്ഷേ നമുക്കിന്ന് കൂടുതൽ സേനയെ രാവിലെ തന്നെ അവിടെ വിന്യസിക്കുക, തിരച്ചിൽ ഊർജിതമാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഡോഗ് സ്ക്വാഡിൻ്റെ സേവനമുണ്ട്, ആർമിയുടെ ഡോഗ് സ്ക്വാഡിൻ്റെ സേവനവുമുണ്ട്. കാരണം മനുഷ്യൻ്റെ നമുക്ക് ഇന്നലെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് സ്വാഭാവികമായും ഈ ഒരു ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധിച്ച മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടെത്തി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ഇനി തുടരേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ ഒരു ടീം ഇത്തരത്തിൽ ഡോഗ് സ്ക്വാഡിൻ്റെ അടക്കമുള്ള സംവിധാനങ്ങളുമായി ഇപ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ ലൊക്കേഷനിലേക്ക് എത്തുകയും ആദ്യഘട്ടത്തിൽ 2 റൗണ്ട് ഈ ഒരു ഡോഗ് സ്ക്വാഡിനെ വിന്യസിച്ചുകൊണ്ട് പരിശോധന നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യ സാന്നിധ്യം അതിന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. പിന്നീട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നമ്മൾ ആദ്യഘട്ടത്തിൽ നടത്തും. മറ്റൊന്ന്, ഇന്നലെ നമുക്ക് ഹിറ്റാച്ചി അടക്കമുള്ള മിഷനറികൾ എത്തിച്ചുകൊണ്ട്, മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് നമ്മൾ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. അതും അല്പസമയത്തിനകം തന്നെ നമുക്ക് പുനരാരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നമ്മൾ തിരച്ചിൽ നടത്തി നമുക്ക് ആശുപത്രികളിലേക്കും മറ്റും പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിൽ ഉണ്ടാകുകയും അത് പൂർത്തിയാകാൻ പൂർണ്ണമായ രീതിയിൽ സജ്ജമാകാൻ ഉച്ചയോടെ ആകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണം നടക്കുമ്പോൾ തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഇപ്പോൾ തന്നെ പൂർത്തിയാകുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതായത് ശക്തമായ മൂടൽമഞ്ഞാണ് ഇന്ന് ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്നത്. അല്പം മുമ്പ് ആർമിയുടെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കി മൂടൽമഞ്ഞ് ഒരു കാരണവശാലും ആർമിക്ക് ഈ ഒരു ഓപ്പറേഷനിൽ തടസ്സമാവില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മഴ പെയ്താൽ സ്വാഭാവികമായും നമുക്ക് അതൊരു പ്രയാസം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ മഴ ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ പോലും ശക്തമായ മഴയില്ല. പുഴയിലെ നീരൊഴുക്കിനും രാവിലെ ഒരു നേരിയ ശമനമുണ്ട് എന്നുള്ള ഒരു കാര്യവുമുണ്ട്. എന്തായാലും താൽക്കാലികമായ 2 നടപ്പാലങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ ആർമി സംഘം ഇങ്ങോട്ട് എത്തുന്നത്. ഈ ബെയിലിപ്പാലം ഇപ്പോൾ ആർമി സംഘം ഇങ്ങോട്ട് എത്തുന്നത് ഈ ബെയിലിപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു നടപ്പാലം കൂടി ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിത്തട്ടടക്കം സജ്ജീകരിക്കാനും മറ്റും ഉള്ള ആവശ്യത്തിലേക്കാണ് ആ ഒരു നടപ്പാലം കൂടി ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിൽ ഉള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നമുക്ക് നടക്കേണ്ടത്. നമുക്ക് സൈഡിലും മറ്റും കാണാം ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ എത്തി സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി വൈകി അടക്കം ഈ ഒരു തിരച്ചിൽ നടത്തിയ യന്ത്രങ്ങളാണ്. ഇനി സ്വാഭാവികമായും ഇനി ആ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതൽ സജീവമാകുന്ന മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നത്. അത് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കണം നമ്മളുടെ ഈ തെരച്ചിൽ എന്നുള്ളതാണ് ഇനി നമ്മൾ പ്രധാനമായും നോക്കുന്നത്. അതായത് ഇന്നലെ നമ്മൾ മുണ്ടക്കൈയിൽ ആ ദൃശ്യങ്ങളിലടക്കം നമുക്ക് വ്യക്തമായ ഒരു പ്രദേശമുണ്ട്. അവിടെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് സമീപത്തുണ്ടായിരുന്ന വീടുകൾ, അവിടെയാണ് നമ്മൾ ഇന്നലെ തിരച്ചിൽ നടത്തിയത്. അവിടെ ഒരു മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും ഉണ്ട്. ആ 2 പള്ളികളുടെയും ഇടയിലുള്ള പ്രദേശം കേന്ദ്രീകരിച്ച് ഉള്ള ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ആ തിരച്ചിൽ നടത്തിയിരുന്നത്. ആ ഒരു പ്രദേശത്ത് കൂടുതൽ തിരച്ചിൽ നിന്ന് സാധ്യമാക്കുക എന്നത് നമ്മൾ
ലക്ഷ്യമിടുന്നുണ്ട്. അതോടൊപ്പമാണ് കൂടുതൽ മേഖലകളിൽ ഈ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ആദ്യഘട്ടത്തിൽ നമ്മൾ ഒന്ന് മാറ്റി മേൽക്കൂരകളടക്കം വന്ന് അടിഞ്ഞ ചില പ്രദേശങ്ങളുണ്ട്. ചില വീടുകളുടെ വാർക്കകെട്ടിടങ്ങളുടെയൊക്കെ മുകൾ വശം അതേപടി വന്ന് പതിച്ച പ്രദേശമുണ്ട്. ആ മേൽക്കൂര അടക്കം മാറ്റി അതിൻ്റെ ഉള്ളിലേക്കടക്കം നമുക്ക് പരിശോധിക്കാൻ കഴിയും. അതിന് നമുക്ക് ഇന്ന് ഏറ്റവും സഹായകരമാകുക ഈ ഡോഗ് സ്ക്വാഡിൻ്റെ സേവനമാണ്. മനുഷ്യൻ്റെ സാന്നിധ്യം എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തന ദൗത്യം നമുക്ക് മുന്നോട്ട് പോകാനാകും. എന്തായാലും ഇപ്പോൾ ശക്തമായ മൂടൽമഞ്ഞ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഒരു 100 മീറ്ററിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യം പോലും വ്യക്തമാകാത്ത ഒരു മൂടൽമഞ്ഞാണ് ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്നത്. ഈ മഴ മാറിയാൽ, ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ ഈ മൂടൽമഞ്ഞിന് ചെറിയ കുറവുണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ചാറ്റൽ മഴ അടക്കം പൂർണ്ണമായും മാറിയാൽ പിന്നെ പെട്ടെന്ന് കോട വന്ന് ഈ ഒരു മേഖല മുഴുവൻ നിറയുന്ന കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ സൈഡിൽ നമുക്ക് ആ ദുരന്തഭൂമിയുടെ ദൃശ്യങ്ങൾ കാണാം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ തിരച്ചിൽ പൂർത്തിയാക്കിയ മേഖലയാണ്. ഒരു തൊഴിലാളി ലയം, തകർന്ന തൊഴിലാളി ലയം, അതിൻ്റെ ഇപ്പുറത്ത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരു തൊഴിലാളി, 2 തൊഴിലാളി ലയങ്ങൾ. ആ രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് ഈ നടന്നു പോകുമ്പോൾ ഈ പ്രദേശത്ത് കാണാം. പക്ഷേ ഇവിടെ നമ്മൾ ഇന്നലെ തന്നെ അതിൻ്റെ നമുക്ക് ഒരു തിരച്ചിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കിയതായി, ആദ്യഘട്ട തിരച്ചിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കിയതായി മാർക്ക് ചെയ്യപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ദുഷ്കരമായ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇന്ന് തുടരുക. എന്തായാലും വലിയ രീതിയിലുള്ള ആസിഫിലേക്ക് മടങ്ങി വരാം. ഈ ആസിഫ് പറഞ്ഞപ്പോൾ തന്നെയാണ് ഈ പല പ്രദേശങ്ങളും വീടുകളും ആൾതാമസവും ഒക്കെ ഉണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ ഈ എന്തെങ്കിലും തരത്തിലൊരു ജനവാസം ഉണ്ടായിരുന്ന മേഖലയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്നടിഞ്ഞിരിക്കുന്ന കാഴ്ചകളാണ് ഈ ആസിഫിന് ചുറ്റും ആ ക്യാമറ ഒന്ന് പാൻ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. ആസിഫിലേക്ക് മടങ്ങി വരാം.